രാംലാലേട്ടാ, കോൺഗ്രസിലെ യുവ നേതാവ് പേര് ഇപ്പൊ കൃത്യമായി പലരും പുറത്തു പറയുന്നതുകൊണ്ട് നമുക്കും പറയാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് സ്ത്രീകൾ പല പരാതിയുമായി രംഗത്തെത്തുന്നുണ്ട്. ഇപ്പോൾ AICCയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നൊക്കെ അദ്ദേഹത്തെ പുറത്താക്കാൻ ഉള്ള നടപടികൾ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സ്ത്രീ വീക്ക്നെസ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് സന്ദേശം സിനിമയില് കുമാരപിള്ള സഖാവ് പറയുന്നൊരു ഡയലോഗുണ്ട്. നമ്മുടെ എതിർ പാർട്ടിയിൽ കൊള്ളാവുന്ന ചില ചെറുപ്പക്കാർ ഉയർന്നു വരുന്നു, അവരെ വല്ല ഗർഭ കേസിലോ ഏതെങ്കിലും നാറ്റക്കേസിലോ ഒക്കെ പെടുത്തി അങ്ങ് നാറ്റിക്കണം, അതോടുകൂടി അവരുടെ കാര്യം തീരുമാനമാകും. ഇങ്ങനെ ഒരു പൊതുധാരണ, പൊതുചിന്ത രാഷ്ട്രീയത്തിൽ ഉണ്ടെന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ എന്താ പറയുക, മൊത്തം നാറിക്കഴിഞ്ഞാൽ നാറ്റമാണെന്ന് പറയാതിരിക്കുക നിർവാഹമില്ലല്ലോ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇനി നാറാനൊന്നും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായത് തന്നെ വളരെ ദുരൂഹം ഉള്ള പരിപാടിയാണ്. കാരണം ഉമ്മൻചാണ്ടി ആയിരുന്നു അന്ന് കോൺഗ്രസിൻ്റെ എല്ലാം ആയിരുന്നത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകുന്നത്. പക്ഷെ ഉമ്മൻചാണ്ടി കരുതി വെച്ചിരുന്ന പേര് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതല്ല, മറ്റൊരു യുവ നേതാവിൻ്റെ ആയിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയത് എന്നുള്ളത് എല്ലാവർക്കും അത്ഭുതമാണ്. കാരണം ഇദ്ദേഹത്തിന് പറയത്തക്ക ട്രാക്ക് റെക്കോർഡൊന്നുമില്ല. നല്ല രീതിയിൽ സംസാരിക്കും. ഒരു ദിവസം പൊട്ടിമുളച്ച നേതാവായിട്ടൊന്നും നമുക്ക് പറയാനൊക്കില്ല. ഇദ്ദേഹം നല്ല ഈ വാക് സാമർഥ്യം ഉള്ള ഒരാളാണ്. അത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വിനയായതും. അതെ, ഈ ചാനൽ ചർച്ചകളിൽ നിരന്തരമായി പങ്കെടുക്കുക ഉള്ള കാര്യം പറയണമല്ലോ. അദ്ദേഹം നല്ല ഒരു ഡിബേറ്ററാണ്. എതിർ രാഷ്ട്രീയ കക്ഷിയിലുള്ള ഇരിക്കുന്ന ആരാണേലും അവരുടെ വായടപ്പിക്കുന്ന രീതിയിൽ ഞാനിപ്പോൾ ഈ ചാനൽ ചർച്ചകളിൽ പാനൽ പ്രൊഡ്യൂസറായിട്ടൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഈ പാനലിലേക്ക് വരുന്ന എതിർ പാർട്ടിയിലുള്ള ആളുകൾ ചോദിക്കും, അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചയിലുണ്ടോ എന്ന് പറഞ്ഞാൽ അവരൊരു പ്രത്യേക കരുതലെടുക്കുമായിരുന്നു. കാരണം അത്രയ്ക്ക് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഈ ചാനൽ ചർച്ചകൾ മാത്രം, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന മേൽക്കൈ മാത്രം ഒരു സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നതിനുള്ള മാനദണ്ഡമാകുക എന്ന് പറയുന്നത് അത് ചിന്തിക്കാൻ പറ്റില്ല. പെട്ടെന്നാണ് കാര്യം. ഒരു 2-3 വർഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി പറഞ്ഞ ഈ ചാനൽ ചർച്ചകളിൽ പാർട്ടി പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുള്ളത്. അല്ലാണ്ട് ഏതെങ്കിലും തരത്തിലൊരു വലിയൊരു പ്രക്ഷോഭത്തിന്റെയോ ഏതെങ്കിലും ഒരു യുവജന മുന്നേറ്റത്തിന്റെയോ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടതായിട്ട് എനിക്കറിയില്ല. മറ്റാർക്കെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. അപ്പൊ അദ്ദേഹം ആ രീതിയിൽ ഒരു നേതാവായി ഉയർന്നു വന്നു പെട്ടെന്ന്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഷാഫി പറമ്പിൽ ഒഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വസ്ത പങ്കാളി എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞാൽ പിന്നെ അപ്പനും അപ്പൻ്റെ പെങ്ങൾ സുഭദ്രയും ആ ഒരു ലൈനിൽ ആണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പരിഗണിക്കപ്പെട്ടത്. കൃത്യം പറഞ്ഞാൽ ഇതിൽ VD സതീശന് നല്ല റോളുണ്ട്. VD സതീശൻ എന്ന് പറയുന്ന ആളുടെ VD സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗ്രാൻഡ് ഫാദർ. അതെ, VD സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗോഡ് ഫാദർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ VD സതീശന്റെ നോമിനി പണ്ട് A ഗ്രൂപ്പിന്റെ ആളെന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന പലരും ഇപ്പോൾ സതീശൻ ഗ്രൂപ്പ്, KC വേണുഗോപാൽ ഗ്രൂപ്പ്, അങ്ങനെ പലതായിട്ട് തിരിഞ്ഞു പോയല്ലോ. ഇപ്പോൾ സതീശനും KC വേണുഗോപാലുമാണ് നമ്മുടെ കോൺഗ്രസിലെ അധികാര മുഖങ്ങൾ. അപ്പൊ അതിന്റെ ആളെന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക പരിഗണന കിട്ടി. എന്നിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വന്ന തെരഞ്ഞെടുപ്പ് വിവാദമൊക്കെ നമ്മൾ കണ്ടതാണ്. വ്യാജ ID കാർഡ്. അപ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ ഇല്ലാത്തതിന്റെ പേരിൽ ഇതുവരെ കേസ് എടുത്തിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷെ പുറത്തു വന്ന തെളിവുകൾ സമൂഹ മധ്യത്തിലുണ്ട്. പല വ്യാജ തിരിച്ചറിയൽ കാർഡുകളും, കൃത്യമായി പറഞ്ഞാൽ അത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. തിരിച്ചറിയൽ കാർഡുകൾക്ക് വ്യാജമായി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൃത്യമായ കുരുങ്ങിയില്ല എന്നുള്ളത് വാസ്തവം തന്നെ. പക്ഷെ അതുകൊണ്ടും തീർന്നില്ല. അദ്ദേഹം പിന്നെ പാർട്ടിക്ക് തലവേദനയാകുന്ന രീതിയിൽ പ്രവർത്തിച്ചു. പാലക്കാട് അദ്ദേഹം ഈ പത്തനംതിട്ടക്കാരനായ ഇദ്ദേഹം എങ്ങനെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായെന്നുള്ളത് അവിടെ ഷാഫി പറമ്പിലിന്റെ കൃത്യമായ സ്വാധീനം മൂലമാണ്. എൻ്റെ ആൾ എന്ന നിലയിലാണ്, ഷാഫി പറമ്പിൽ നിർദ്ദേശിച്ച ആളെന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് പരിചിതമല്ലാത്ത ഒരു മണ്ഡലത്തിൽ പോയി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായതുകൊണ്ട് വലിയ വിജയം അദ്ദേഹത്തിന് കിട്ടി. അതിന് പിണറായി വിജയനോട് അദ്ദേഹം നന്ദി പറയണം. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ വിജയം നേടി എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ പേരിൽ, ആ ഒരു തിളപ്പിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രോ ആകുന്ന ഒരു കാര്യമാണ് ഉണ്ടായത്. അദ്ദേഹം ഒരു ധാർഷ്ട്യം കടന്നുകൂടി എന്നുള്ളതാണ് വാസ്തവം. മറ്റുള്ളവരെയൊക്കെ വളരെ പുച്ഛത്തോടെ കാണുന്ന പരിപാടി.
പിന്നെയും വിവാദങ്ങൾ ഒഴിയുന്നില്ല. നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം ഇറക്കിവിട്ട, അതായത് എം സ്വരാജ് സ്ഥാനാർത്ഥിയായതിന് കാരണം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചുമ്മാ എറിഞ്ഞു നോക്കിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അപ്പൊ അതിന്റെ പിന്നിലും ചില മാത്രമല്ല അൻവറിന്റെ വീട്ടിൽ തലയിൽ തുണിയിട്ടുണ്ട് രാത്രി അൻവറിനെ പരസ്യമായി വെല്ലുവിളിച്ച ആള് എന്തിനാണ് രാത്രിയിൽ അൻവറിനെ കാണാൻ പോകുന്നത്? അത് പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം ഒന്നും ചെറുതല്ല. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ വഴിയിൽ ഭീഷണിപ്പെടുത്തുക. പിന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നീലപ്പെട്ടി വിവാദമായിരുന്നെങ്കിൽ അതിൽ ആ ഒരു തിരക്കഥയിൽ ചെറിയതെന്തൊക്കെയോ ലീക്ക് ആയതുകൊണ്ടാണ് അത് അന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ രാത്രി നടന്ന റെയ്ഡിൽ ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പിടിക്കപ്പെട്ടേനെ. പക്ഷെ ആ കഥ കൃത്യമായി നടന്ന ഒരു ആസൂത്രണത്തിൽ എവിടെയോ ഒരു പാളിച്ച പറ്റി. അത് CPM ശ്രദ്ധിക്കണമായിരുന്നു. ഏതായാലും പിന്നീട് വന്നത് നമ്മുടെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടന്ന ആ റോഡ് സൈഡിൽ കടന്ന റോഡ് ഷോ, നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയൊക്കെ പരസ്യമായി വെല്ലുവിളിക്കുക. അതും കൊണ്ടും തീർന്നില്ല. നമ്മുടെ വയനാട് പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഫണ്ട് പിരിവ് കോടികൾ പിരിച്ചു എന്നാണ് പറയുന്നത്. ഒറ്റ വീട് നിർമ്മിച്ചില്ല എന്നും ആക്ഷേപമുണ്ട്. അതിന്റെ പേരിൽ ഇപ്പോഴും ചേരിപ്പോര് നടക്കുന്നു. പക്ഷെ പ്രമാദമായ സംഗതി ഇതൊന്നുമല്ല. ഇദ്ദേഹത്തിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞും നിരവധി ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണങ്ങൾ അടക്കം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സംഗതി. AICCക്ക് 9ഓളം ഏതാണ്ട് 10ഓളം പരാതികൾ ഇതിനോടകം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അറിവ്. അപ്പോൾ AICC ഇപ്പോൾ നിർബന്ധിതമാകുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പദവിയിൽ നിന്ന് നീക്കാനായിട്ട് അവർക്ക് നിർബന്ധിതമാകുന്നൊരവസ്ഥ. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് ഒഴിയണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഔദാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നില്ല. കൃത്യമായി പറയുന്നു, നിങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പദവിയിൽ നിന്ന് ഒഴിയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായ സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധ്യത കുറവാണ്. കാരണം അത് പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടാകുന്ന ക്ഷീണം വളരെ ഗുരുതരമായും. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തി വന്ന മണ്ഡലമാണ് പാലക്കാട്. വീണ്ടും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് കൃത്യമായ തിരിച്ചടി ഉണ്ടാകും. അവിടെ ഏത് വമ്പൻ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും തോക്കും. ഉറപ്പായിട്ടും അവിടെ BJPയോ അല്ലെങ്കിൽ ചിലപ്പോൾ LDF തന്നെ ജയിക്കും, അല്ലെങ്കിൽ BJPക്ക് തന്നെയാണ് സാധ്യത. കാര്യം അവിടെ BJP വളരെ ശക്തമായ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. രാഷ്ട്രീയ കാലാവസ്ഥ ഒന്നുകൂടി നോക്കുമ്പോൾ BJPക്ക് ആയിരിക്കും ഇനി ജയസാധ്യത. അപ്പോൾ അങ്ങനെ ഒരു മഹാപാതകം കൂടി ചെയ്തു കൊടുക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനം സുരക്ഷിതമായിരിക്കും. പക്ഷേ പാർട്ടിയിൽ അദ്ദേഹം അങ്ങനെ ഒരു ജനപ്രതിനിധി ഈ സ്ത്രീകൾ ഇത്രയും മാസീവായ ഒരു പരാതി നൽകുന്നു. അതും വളരെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ പരാതി നൽകുന്നത്. ഇത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല. ഇപ്പോൾ നമ്മൾ ഒരു യുവ മാധ്യമ പ്രവർത്തക നടിയുമൊക്കെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, അവർ ഒന്നും വിട്ടു പറയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഈ പരാതിയുമായി രംഗത്തെത്തിയെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അവരെ നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ അതിലപ്പുറം മറ്റു പല സ്ത്രീകൾ, ഇപ്പൊ ഹണി ഭാസ്കറെ പോലുള്ള ഇടതുപക്ഷ അനുഭാവിയായ സ്ത്രീ ആണെങ്കിൽ പോലും അവർ കൃത്യമായി തെളിവോടുകൂടി പുറത്തു വന്ന് താൻ അനുഭവിച്ച കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഒരുപാട് പേർ 10ഓളം പരാതികൾ കിട്ടിയെന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. അത്തരത്തിലുള്ള ഒരാളെ ജനപ്രതിനിധിയായി വെച്ചുകൊണ്ടിരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ? അല്ല, ഇതില് ഈ പരാതികൾ പറയുന്നതിലല്ല, അതിൽ ആ പരാതികൾക്ക് ആധാരമായ തെളിവുകൾ ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ആരെ വേണമെങ്കിലും നമുക്ക് വ്യക്തിഹത്യ നടത്താം, എന്തെങ്കിലും പറഞ്ഞ് അവരെ നമുക്ക് മോശമായി ചിത്രീകരിക്കാം. പക്ഷെ അതിന് ഈ പറയുന്നതിനൊക്കെ തെളിവുണ്ടെങ്കിലാണ് പ്രസക്തമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ഇപ്പോൾ തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതിൽ മാത്രമാണ് അദ്ദേഹത്തിന് ആശ്വസിക്കാനുള്ളത്. പക്ഷേ അത് ഒരു ചെറിയ ആശ്വാസമാണ്. കാരണം ഈ പരാതികളുടെ കുത്തൊഴുക്കാണ് എന്ന് പറയുന്നതിൽ ഇതിൽ പലരും ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകൾ പലതും കൈവശം ഉണ്ട് എന്ന തരത്തിൽ ചിലർ സൂചനകൾ നൽകുന്നുണ്ട്. അപ്പം നേരത്തെ തന്നെ ഈ ആരോപണം ഉന്നയിച്ചവരുടെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് നിലപാടെടുത്ത ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. ഹൂ കെയേഴ്സ് എന്നൊക്കെയാണ് പറഞ്ഞത്. ആ ഹൂ കെയേഴ്സ് പറഞ്ഞ ആ അവസ്ഥയിൽ തന്നെ വെറുതെ ഞങ്ങളെ പ്രകോപിപ്പിക്കേണ്ട, ഞങ്ങളുടെ സാധനം കയ്യിലുണ്ട് എന്ന് പറഞ്ഞവർ ഈ അവസരത്തിൽ അത് ഓരോന്നോരോന്നായിട്ട് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഇനി ആകെ മൊത്തം നാറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രശ്നം കോൺഗ്രസിനാണ്. പ്രത്യേകിച്ച് ഇവിടെ ഈ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് കോൺഗ്രസ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നേടാം എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് ഉള്ളത്. പക്ഷേ ഇതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള ഇത്തരം സമാനമായ പരാതികൾ ഉയർന്നു വരുമ്പോൾ കോൺഗ്രസിൻ്റെ, പ്രത്യേകിച്ച് UDFന്റെ സാധ്യതകളെ തന്നെയാണ് അത് കീഴ്മേൽ മറിക്കുന്നത്.